ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിനാധാരമായിട്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോട് എൻ്റെ നന്ദിയും അഭിവാദ്യങ്ങളും ഒരേ സമയം രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഒട്ടനവധി പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇന്നത്തെ അവസ്ഥയിൽ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ അക്കാദമിക് തലത്തിലെ പ്രവർത്തനങ്ങളിലോ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയതായി കാണുന്നില്ല. അതായത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായിട്ടെങ്കിലും നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം ഒരു പ്രത്യേക ദിശയിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന് തടസ്സം നിൽക്കാനോ അതിനെ പ്രതിരോധിക്കാനോ ഇന്ന് ആർക്കും തന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നമ്മളുടെ മൊത്തം സമൂഹത്തിലും ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നടന്ന പ്രക്ഷോഭം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്ന് നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള സമൂഹത്തിന് ജനങ്ങളെ പിടിച്ചു കുലുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. സാധാരണഗതിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് യോഗ്യതാ പരീക്ഷകളിലൂടെയല്ല, സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളുടെ പ്രകടനത്തിനെ ആശ്രയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ച് ഉന്നത വിദ്യാലയങ്ങളിലേക്ക് പ്രവേശനങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്ന രീതിയാണ് പിന്തുടർന്നു വന്നിരുന്നത്. അത് ക്രമേണ ഇതിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയായതുകൊണ്ടാണത് പറയുന്നത്. 1980-കൾ മുതൽ യോഗ്യതാ പരീക്ഷകൾ എന്ന് പറയുന്നവ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് ആദ്യം നടപ്പിലാക്കി. കേവലമായിട്ട് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുക്കാതെ പൊതു ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലേക്കുള്ള ഒരു മാറ്റമായിട്ട് ഇപ്പോൾ കണക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ടുള്ള കോച്ചിങ് കളരികളിലേക്കോ ഇൻ്റഗ്രേറ്റീവ് കോച്ചിങ് സ്കീമുകളിലേക്കോ ഒന്നും തന്നെ ഞാനിവിടെ കടക്കുന്നില്ല. അതെൻ്റെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കടക്കാതിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ മാറ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. BBSലേക്ക് ഉള്ള മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കണക്കിലെടുക്കേണ്ട ഒന്നാണ്. 1976 അത് അടിയന്തരാവസ്ഥ കാലത്താണ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറുന്നത്. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ പൊതുവായിട്ടുള്ള ധാരണയനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ചില പൊതു മാനദണ്ഡങ്ങൾ തീരുമാനിക്കുകയും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഫൈനാൻസിങ്ങിൻ്റെ ചില വശങ്ങൾ UGC വഴിയായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലിരുന്നത്. മറ്റുള്ള എല്ലാ അവകാശങ്ങളും സംസ്ഥാനങ്ങൾക്കാണ് വിട്ടുകൊടുത്തിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംസ്ഥാന സർവകലാശാലകൾ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെട്ട കോളേജുകൾ തുടങ്ങിയവ ഉണ്ടായി വന്നത്. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം അതിനു മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ഇടപെടലുകൾ അതിനു മുമ്പ് തന്നെ ഉണ്ടായി വന്നിരുന്നു. അത് കേന്ദ്രം 1960കളുടെ അവസാനം സർവകലാശാലകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ IITകൾ, IIMകൾ തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ അതിനു മുമ്പ് ആരംഭിച്ചു. പക്ഷേ 1976 ശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ക്രമേണ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ മാറ്റം 1988 രണ്ടാമത്തെ വിദ്യാഭ്യാസ നയത്തിൽ ആ മാറ്റം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ മാറ്റത്തിൽ പ്രധാനമായിട്ടും അന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളവും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാനങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ക്രമേണ മാറ്റിക്കൊണ്ടുവരികയും കേന്ദ്രതല APEX ബോഡികളിലേക്ക് AICTE, IMC, NCTE തുടങ്ങിയിട്ടുള്ള കേന്ദ്രതലത്തിലുള്ള APEX ബോഡികളിലേക്ക് പുതിയ പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സർവകലാശാല, ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥാപനങ്ങളുടെ അനുവാദം, പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ അനുവാദം എന്ന് പറയുന്നത് അവരിലേക്ക് മാറ്റുകയും ചെയ്തതെന്നാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം. അതിനോടൊപ്പം തന്നെ
കേന്ദ്ര ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ അതുവരെ നിലനിന്നിരുന്ന കേന്ദ്രീയ വിദ്യാലയ സംഘടന മുതലായിട്ടുള്ള സംവിധാനങ്ങൾ കൂടാതെ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിലുള്ളൊരു മാറ്റവും അതിനോടൊപ്പം തന്നെ ഉണ്ടായി. ഈ മാറ്റങ്ങളെ നമ്മൾ കാണേണ്ടത് മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നുകൂടിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ പുരോഗമനവാദികളും ജനാധിപത്യവാദികളുമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും വാദിച്ചു പോന്നിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കം. അതിനോടൊപ്പം തന്നെ ജനാധിപത്യപരമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രവർത്തകർക്ക്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അക്കാദമിക് പ്രവർത്തകർക്ക്, അവർക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, അവർക്ക് പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ചുള്ള ധാരണ, ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള ഒരു അംഗീകാരം, അതിനനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് തുടങ്ങിയവയുടെ വർധനയും നമ്മളിവിടെ ജനാധിപത്യപരമായ വിദ്യാഭ്യാസം എന്നതിലൂടെ അംഗീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ 1980കളുടെ അവസാനത്തിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയത്തിന് ശേഷം, 58 വിദ്യാഭ്യാസ നയത്തിന് ശേഷം ഇതിൽ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടായി വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിൽ ശോഷണം സംഭവിക്കാനായിട്ട് ആരംഭിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തനം, അക്കാദമിക് തലത്തിലുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് ശോഷണം സംഭവിക്കാനായിട്ട് ആരംഭിക്കുകയും 1990കളോടുകൂടി സിലബസ്, കരിക്കുലം തുടങ്ങിയ കാര്യങ്ങളിലടക്കം ക്രമേണ കേന്ദ്രീകൃത രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതൊരു പൂർണ്ണമായിട്ടുള്ള ആധിപത്യത്തിൽ നീങ്ങിയില്ല. 1990കളിലാണ് UGC ആദ്യമായിട്ട് മോഡൽ സിലബസുകൾ എന്ന് വിളിക്കുന്ന, ഇവിടെ മുമ്പ് മോഡൽ സിലബസുകളെ കുറിച്ച് പറഞ്ഞു, 90കളിൽ ആദ്യമായിട്ടാണ് മോഡൽ സിലബസുകൾ ഉണ്ടാക്കി അവ യഥാർത്ഥത്തിൽ സർക്കുലേറ്റ് ചെയ്തത്. ഈ മോഡൽ സിലബസുകൾ പക്ഷേ അത് അന്നത്തെ അവസ്ഥയിൽ പൂർണ്ണമായിട്ട് സർവകലാശാലകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമൊന്നും നടന്നില്ല. പക്ഷേ അതേസമയം ഇതൊരു മാനദണ്ഡമാക്കി ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം അക്കാലത്ത് ആരംഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന സ്ഥിതിയിൽ വലിയൊരു മാറ്റം വന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെയുള്ള നവലിബറൽ പരിഷ്കാരങ്ങളുടെയും അതിനോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലുള്ള ആശയസംഹിതകളിൽ വന്ന വലിയൊരു മാറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കാണേണ്ടുന്ന കാര്യങ്ങളാണ്. നവലിബറൽ പരിഷ്കാരങ്ങൾ വളരെ വ്യക്തമായിട്ട് ഊന്നിയത് വിദ്യാഭ്യാസത്തെ, നമ്മൾ 1980കൾക്ക് ശേഷം 70കൾക്ക് തൊട്ട് ആരംഭിച്ചിട്ടുള്ള നമ്മളുടെ ആഗോളതലത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ ചർച്ചകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു പുതിയ ജ്ഞാനോൽപാദനത്തിൻ്റെ അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ, പുതിയ ആശയനിർമ്മിതിയുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ മാത്രം കാണേണ്ടുന്നൊരു കാര്യമല്ല. ഈ ജ്ഞാനോൽപാദനവും ആശയനിർമ്മിതിയും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഭാവുകത്വങ്ങളും ഒക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരു സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടുവരേണ്ടുന്നൊരാവശ്യകതയുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള വാദം നമുക്ക് ഇക്കാലത്ത് വളർന്നു വരുന്നതായിട്ട് കാണാം. അത് ലോകബാങ്കിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരുപാട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരുപാട് നമ്മൾ അക്കാലത്ത് നടന്നിട്ടുള്ള മിക്കവാറും ഗവേഷണ പ്രബന്ധങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ചർച്ചകളും ഒക്കെ തന്നെ കാണിക്കുന്നൊരു സംഗതി, വിദ്യാഭ്യാസം ഇനി മുതൽ അതൊരു കേവലമായിട്ടുള്ള ഒരു മനുഷ്യ മനസ്സുകളുടെ വളർച്ച എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പകരം ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ സമ്പദ്ഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആശയരൂപീകരണത്തിനും സാങ്കേതിക വൈദഗ്ധ്യവും അതുപോലെ തന്നെ പുതിയ പുതിയ ഇന്നൊവേഷൻസ് എന്ന് വിളിക്കാവുന്ന പുതിയ പുതിയ കണ്ടെത്തലുകളുടെ രൂപവും ഒക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന ഒരാവശ്യകതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് പുനഃക്രമീകരിക്കേണ്ട കാര്യമുണ്ട്. അത് പഴയ രീതിയിലുള്ള ഡിഗ്രി വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ നടത്തിയാൽ മാത്രം പോരാ, അതൊരു മോചന പോരാട്ടമൊന്നുമല്ല. അതിന് പകരം ഒരു പുതിയ സമ്പദ്ഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു സംഘം ആളുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ വന്നപ്പോൾ ഇത്തരത്തിൽ വളർന്നു വരുന്ന ഈ പുതിയ ഈ സമ്പദ്ഘടനയെ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗം മാനേജീരിയൽ കാഡറിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മാത്രം പോരാ. അവയെ നമുക്ക്
അവയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ആ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗ്യതാ പരീക്ഷകൾ എന്ന് പറയുന്ന സംഗതികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് 1980-കളിൽ തന്നെ ഉണ്ടായി വന്ന യോഗ്യതാ പരീക്ഷകളൊക്കെ തന്നെ ഒരു മെറിറ്റോക്രസിയെ സൃഷ്ടിക്കാനുള്ള, ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കാനുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യോഗ്യതാ പരീക്ഷകൾ നിർമ്മിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഇത്തരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാനേജീരിയൽ കേഡർ മാത്രം പോരാ നമുക്ക്. അതിന് താഴെ നടക്കുന്ന ഒരു സ്കിൽഡ് ലേബറിൻ്റെ, ഒരു 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 വിദഗ്ധ തൊഴിലാളിയുടെ ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സ്കിൽഡ് ലേബറിനെ, വിദഗ്ധ തൊഴിലാളിയെ സ്കില്ലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള മറ്റേ വിദ്യാഭ്യാസ രൂപങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള പേരിൽ അതിന് തക്ക രീതിയിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ആവശ്യമായിട്ട്. ഇത് പലപ്പോഴും വളരെ സോഫ്റ്റായിട്ടുള്ള, പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം, നമ്മൾ തന്നെ ഒരുപക്ഷെ പരിഷത്തിൽ തന്നെയുള്ള ആളുകൾ, നമ്മളിൽ തന്നെയുള്ള ആളുകൾക്ക് തന്നെ അംഗീകരിക്കുന്ന ഒരു സോഫ്റ്റ് ടെർമിനോളജിയിലാണ് ഇത് മുഴുവൻ അവതരിപ്പിക്കപ്പെട്ടത്. ജ്ഞാനോൽപാദനം, നോളജ് പ്രൊട്ടക്ഷൻ എന്നുള്ള പേരിലാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള സ്കില്ലിങ്ങിൻ്റെ രൂപങ്ങളും അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്ടീസിൻ്റെ രൂപങ്ങളും പുതിയൊരു ആന്ത്രപ്രനറിയൽ ക്ലാസ്സിനെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ നോളജ് പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ നോളജ് വർക്കേഴ്സിനെ സൃഷ്ടിക്കുകയാണ് എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 2005 ആദ്യത്തെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നാഷണൽ നോളജ് കമ്മീഷൻ, സാം പിത്രോദ, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കോക്രോച്ച് JPയെക്കുറിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതി, പലരും കണ്ടു കാണും. ഹിന്ദുവിൽ ഇപ്പോൾ ഒരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിത്രോദ ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ സാം പിത്രോദ 1988 ആക്റ്റീവായിരുന്നു, 2005 ആക്റ്റീവാണ്, ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിത്രോദയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള 2005 നാഷണൽ നോളജ് കമ്മീഷനാണ് ഒരുപക്ഷെ ഇന്നത്തെ ഈ പറയുന്ന മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഞാനത് പറയാനുള്ള കാരണം പലപ്പോഴും നമ്മൾ ചുരുക്കി കാണുന്ന കഴിഞ്ഞ 10 വർഷത്തേക്ക് ചുരുക്കി കാണാറുണ്ട്. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. നമുക്കൊരു 20 കൊല്ലത്തെങ്കിലും പഴക്കം ഇതിനുണ്ട്. ഇപ്പോൾ നാഷണൽ നോളജ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് NCHER എന്ന് പറയുന്ന നാഷണൽ കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏപെക്സ് ബോഡിയെക്കുറിച്ചുള്ള ആശയം ആദ്യമായിട്ട് വന്നത് നാഷണൽ നോളജ് കമ്മീഷൻ്റെ ഇതിലാണ്. അവർ മറ്റു പലതും പറഞ്ഞു. 1500 സർവകലാശാല സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു. 50% കുറയാതെയുള്ള കുട്ടികളെ മുഴുവനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിവിടണമെന്ന് പറഞ്ഞു. 1500 സർവകലാശാലകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ അതിൻ്റെ കണക്കുകൾ. അതിൽ 1500 സർവകലാശാലകൾ സൃഷ്ടിക്കണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുവരണമെന്നും, അത് മുമ്പ് പറഞ്ഞ ഈ നിയോ ലിബറൽ ലക്ഷ്യങ്ങളുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഒരുമിച്ച് കൊണ്ടുവരണമെന്നും, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഘം സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെയുള്ള കേന്ദ്രീകരണം എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ട് നാഷണൽ നോളജ് കമ്മീഷൻ അന്ന് മുന്നിൽ കൊണ്ടുവന്നു. NCHER എന്ന് പറയുന്ന ആശയം, നാഷണൽ കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ആശയം അവർ മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് അന്നത് നടപ്പിലായില്ല, ഒരു വസ്തുതയാണ്. അന്നത് നടപ്പിലായില്ല. അതിന് പകരം നമുക്കറിയാവുന്ന പോലെ നമ്മളിൽ പലരും വളരെ ശക്തമായിട്ട് വാദിക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും ചെയ്ത റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ലാണ് അതിന് പകരം വന്ന് നടപ്പിലായത്. ഇതല്ല, അത് വേറൊന്നാണ്. പക്ഷെ അതും NKCയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിരുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന, പക്ഷെ അതേസമയം തന്നെ NCHER എന്ന് പറയുന്ന ആശയം അവിടെ ഉണ്ടായിരുന്നു. അതിനാരും പ്രതിരോധിച്ചില്ല. അത് സ്റ്റേറ്റുകൾക്ക് അവകാശങ്ങൾ നൽകണം എന്ന് വാദിച്ചിരുന്നവർ പോലും NCHERനെ പ്രതിരോധിച്ചില്ല. അങ്ങനെയുള്ളൊരു കേന്ദ്രീകൃത സമിതി ആവശ്യമാണ് എന്നുള്ള ധാരണയിലേക്ക് നീങ്ങി. പിന്നീട് CR ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള TSR സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകളിലൂടെയും ഇതേ ആശയം തന്നെ വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് വന്നു. ആ NCHER എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഹിന്ദി രൂപമാണ് വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്നുള്ള പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കിടക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു മൊത്തം ചിത്രം പറയാനായിട്ട് ശ്രമിക്കും. അതായത് ഈ കേന്ദ്രീകരണം എന്തിന് എന്നുള്ള ചോദ്യമുണ്ട്.
എന്തുകൊണ്ടാണ് ഒരു സാധാരണഗതിയിൽ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു 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 ഗവൺമെൻറ്, അതുപോലെ തന്നെ പരമാവധി വാണിജ്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ഗവൺമെൻറ്, അതുപോലെ തന്നെ ഒരുപക്ഷെ ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് എന്തിനാണ് കേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്നത്? അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു സവിശേഷത കൂടി അതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരൊറ്റ ശ്രേണിപ്പെടുത്താവുന്ന ഒന്നല്ല. കോളേജുകളുണ്ട്, ഡിഗ്രി സ്ഥാപനങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പ്രൊഫഷണൽ കോളേജുകളിലെല്ലാം ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്കൊക്കെ അറിയുന്ന പോലെ നമ്മളുടെ ജനങ്ങൾ ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക രൂപങ്ങൾക്കകത്താണ്. അവർ വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷേ സ്കില്ലിംഗ് ആവശ്യമായിട്ടുള്ള ആളുകളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലിങ്ങും നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്കില്ലിങ്ങും വ്യത്യസ്തമാണ്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, മൗണ്ടൻ റീജിയൻസിൽ താമസിക്കുന്നവർ സ്കില്ലിംഗ് ആവശ്യമുള്ള വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കാറ്റിൽ ഹേർഡിങ്, അതായത് കന്നുകാലി മേയ്ക്കുന്നവർ, കൃഷിക്കാരും മറ്റേ തൊഴിലാളികളും, പ്രത്യേകിച്ച് മൈൻ പോലെയുള്ള ഖനന തൊഴിലാളികൾ, അവരുടെയൊക്കെ സ്കില്ലിംഗ് വ്യത്യസ്തമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ തന്നെ വളരെയധികം വൈവിധ്യമുണ്ട്. ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ തന്നെ വൈവിധ്യം ഉള്ളത് കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സംസ്ഥാന ബഡ്ജറ്റിൽപ്പെടുത്തിയതും അത് സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നതിന് കാരണമാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് സ്കില്ലിങ്ങിനെ കുറിച്ച് മറ്റൊരു തരത്തിലുള്ള ഒരു ആശയം വരുമ്പോൾ അത് ഒരു പക്ഷേ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള നവലിബറൽ ഒരു കോർപ്പറേറ്റ് ക്യാപിറ്റലിന്, കോർപ്പറേറ്റ് മൂലധനത്തിന് ആവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് അത് മാറുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഒന്ന് ഈ പറയുന്ന ജ്ഞാനരൂപങ്ങളുടെ ഒരു ഏകീകരണം, ഒരു ഉഗ്രഥനം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്കില്ലിംഗ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ക്യാപിറ്റലിന് ആവശ്യമായിട്ടുള്ള രൂപങ്ങളിലുള്ള ഒന്നാണ് എന്ന് വരുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാം. ഞാനിവിടെ ഭാസ്കർ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്, സോറി പറയുന്നതിൽ. പക്ഷേ അതേസമയം തന്നെ നമുക്ക് അഗ്രികൾച്ചറിലുള്ള വൈവിധ്യം എന്ന് പറയുന്നത് കൃഷിയിലുള്ള വൈവിധ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേസമയം തന്നെ മറ്റേ ബയോടെക്നോളജി എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ബയോടെക്നോളജിയുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായി വരുന്ന സ്കില്ലിങ്ങിൽ ഒരു ഏകോപനം നടക്കുന്നുണ്ട്. അവിടെ ഈ വൈവിധ്യമല്ല പ്രധാനം, ഏകോപനമാണ് പ്രധാനം. ഇതേ രീതിയിൽ തന്നെ നമ്മളിവിടെ പുതിയ രീതിയിലുള്ള വ്യവസായങ്ങളുടെ വളർച്ച ഉണ്ടായി വരുമ്പോൾ, ഉദാഹരണത്തിന് IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള മറ്റേ പുതിയ വ്യവസായങ്ങൾ വളർന്നു വരുമ്പോൾ ഈ പുതിയ വ്യവസായങ്ങളിൽ ആവശ്യമായിട്ടുള്ള സ്കില്ലിങ്ങിൻ്റെ രൂപത്തിനൊരു ഏകോപനം ആവശ്യമായിട്ട് വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലിങ്ങിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെ രൂപത്തിൽ പുതിയ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയൽ ബെൽറ്റ് സൃഷ്ടിക്കുന്ന ഒരു തരത്തിലുള്ള ഏകോപനമുണ്ട്. നമുക്കൊക്കെ അറിയാം, IT-യുടെ ഒരു ഉദാഹരണം നമുക്കൊക്കെ നേരിട്ടറിയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ സൃഷ്ടിക്കുന്ന ഏകോപനം നടക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള വൈദഗ്ധ്യത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലായാൽ പോരാ. അതിന് പകരം കോർപ്പറേറ്റ് ക്യാപിറ്റലിന് ആവശ്യമനുസരിച്ചിട്ട് ഏകോപിതമായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കണം. ഇങ്ങനെ നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കരിക്കുലത്തിൻ്റെ, സിലബസിൻ്റെ, സ്കില്ലിങ്ങിൻ്റെ രൂപത്തിൽ, ടെക്നിക്കൽ ട്രെയിനിങ്ങിൻ്റെ രൂപത്തിലൊക്കെ തന്നെ ഏകോപനം ആവശ്യമായിട്ട് വരും. ഇവിടെയാണ് നമ്മൾ കേന്ദ്രീകരണം എന്നുള്ള രീതി കാണുന്നത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള അമിതാധികാര പ്രവണത 1980-കൾ മുതൽ ആരംഭിച്ചൊരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സ്റ്റേറ്റ് അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റാണ്. 80-കൾ മുതൽക്ക് അമിതാധികാര പ്രവണത കാണിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ അവർക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. കാരണം വികസനം എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ സംഭവിക്കാൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കേഡറിനെ, കേഡറെന്ന് ഉപയോഗിക്കുന്നത് എഞ്ചിനീയർമാർ, ടെക്നോക്രാറ്റുകൾ, അതിനോടൊപ്പം സ്കിൽഡ് ലേബറേഴ്സ്, അത്തരത്തിലുള്ള ആളുകളെ മുഴുവനും ഉൾക്കൊള്ളുന്നൊരു കേഡറിനെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണം.
എന്നുള്ളത് നമുക്ക് നിർബന്ധിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആലോചന നമുക്ക് മിക്കവാറും ഈ പറയുന്ന മേഖലകളിൽ നിന്ന് വരുന്ന ഈ മേഖലകളിൽ നിന്ന് വരുന്ന വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്ന് ഈ ആലോചന വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ കേന്ദ്രീകരണം നടക്കണമെങ്കിൽ ഒരു കേന്ദ്ര ബോഡി ഉണ്ടാവണം. ആ കേന്ദ്ര ബോഡിയാണ് NKC നിർദ്ദേശിച്ച കേന്ദ്ര ബോഡി, NCHER എന്ന് പറയുന്ന കേന്ദ്ര ബോഡി അതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കേന്ദ്ര ബോഡി ഉണ്ടായി വരുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഗതി NKC നിർദ്ദേശിച്ചല്ല, ഇത്തരത്തിലുള്ളൊരു കേന്ദ്രീകൃതമായിട്ടുള്ള കോർപ്പറേറ്റായിട്ടുള്ള ആശയ സംഹിത സൃഷ്ടിക്കപ്പെടുന്ന അതേസമയം തന്നെ ഒരു പുതിയൊരു സാംസ്കാരിക ദേശീയതയായിട്ടുള്ള കേന്ദ്രീകരണം കൂടി അതിനോടൊപ്പം തന്നെ ഉണ്ടാവണം. അത് ഇവിടെ നിർദ്ദേശിച്ചത് നമ്മുടെ പുതിയ ഗവൺമെൻറ്റാണ്. അതായത് മോദി സർക്കാരിൻ്റെ ഗവൺമെൻറ്റാണ് അത് നിർദ്ദേശിച്ചത്. സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രീകരണം കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന VBSൽ കൃത്യമായിട്ട് പറയുന്ന പോലെ ഭാരതീയമായ ആശയ സംഹിതകളുടെ പ്രചാരം എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ നടക്കണം. അതായത് ഈ VBSയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ കിടക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ കിടക്കുന്നതിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് മാത്രമല്ല കുറേ മൂന്നാലെണ്ണം ഉണ്ട്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള കോർപ്പറേറ്റ് വ്യവസ്ഥിതിക്കനുസരിച്ച് വിദേശ സർവകലാശാലകളടക്കമുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് നടക്കണം. അതേസമയം തന്നെ ഭാരതീയമായിട്ടുള്ള ആശയ സംഹിത ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് വികസിത ഭാരതി ശിക്ഷാ അധിഷ്ഠാൻ്റെ അടിസ്ഥാന പ്രമാണ സംഹിത. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള രീതി ടെക്നോളജി ട്രാൻസ്ഫറുകൾ നടക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള രീതി വിദേശ സർവകലാശാലകൾ വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്ത് കൂടി ഉണ്ടായി വരുന്നു. ഭാരതീയമായിട്ടുള്ള ആശയ സംഹിതകൾ ഇതിനനുസരിച്ച് ചേർക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇതിനനുസരിച്ചുള്ള രീതിയിൽ മറ്റേ പഠന പ്രവർത്തനങ്ങളെയും മറ്റേ സർവകലാശാലകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയും ഇതിനോടൊപ്പം തന്നെ വികസിത ഭാരത ശിക്ഷാ അഭിയാനുണ്ടായി വരുന്നു. എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ രീതി വരുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവനും ആശയതലത്തിലും സാങ്കേതിക തലത്തിലുമുള്ള പൂർണ്ണ കേന്ദ്രീകരണം എന്ന് പറയുന്നത് VBSയിലൂടെ സാധ്യമാകും. ഇത് രഹസ്യമായിട്ടൊന്നും വെച്ചിട്ടൊന്നുമല്ല. ഇത് വളരെ വ്യക്തമായിട്ട് പച്ചയ്ക്ക് ഹിന്ദിയിൽ പിന്നെ ഇംഗ്ലീഷിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയാണ് നമ്മൾ അപ്പം അത്തരത്തിൽ വരുമ്പോൾ ഇതിനനുസരിച്ച് മേൽപ്പറഞ്ഞ രീതിയിലുള്ള സംഭവം അനുസരിച്ച് ഉള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നുള്ളതാണ് അടുത്ത ആലോചന. അങ്ങനെ വരുമ്പോൾ അതുവരെ നിലനിന്നിരുന്ന കേന്ദ്രീകൃത സമിതികളെ മുഴുവനും മാറ്റുന്നു. UGC, AICTE, NCTE, IMC മാത്രമില്ല. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാർ കൗൺസിലുണ്ട്, ആർക്കിടെക്റ്റ് ഉണ്ട്, ബാർ കൗൺസിലുണ്ട്, പക്ഷേ IMC ഉൾപ്പെടുത്തിയിട്ടില്ല. NCTE തുടങ്ങിയവയൊക്കെ തന്നെ അത് തന്നെ ഇല്ലാതാവുന്നു. അവ മുഴുവനും അതിൻ്റെ ആസ്തി ബാധ്യതകളും അത് ഇതുവരെ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അടക്കം എന്നുവെച്ചാൽ അതുവരെ നടത്തിക്കൊടുന്ന ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ, മറ്റേ മറ്റു തരത്തിലുള്ള സ്കീമുകൾ, ഇത് മുഴുവനും അടക്കം ഇതിലേക്ക് മാറുന്നു. ഇതിൻ്റെ ബാധ്യതകൾ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായി വരുമ്പോൾ അവ സ്വാഭാവികമായിട്ടും ഇല്ലാതെയാവും. അവരോടൊക്കെ പറഞ്ഞ് അവിടുത്തെ എല്ലാ ചെയർമാന്മാരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരും ബാക്കിയുണ്ടാവർ ഒറ്റ ആൾ പോലും അവിടെയും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ചെയർമാന്മാരോടും രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സമിതികളോടും ഒഴിവാകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മുഴുവനും ഇല്ലാതെയാവും. ഇത് മുഴുവൻ അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു എന്നർത്ഥം. അതിൽ മെഡിക്കൽ കൗൺസിൽ മാത്രമാണ് ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഇതുവരെ ചെയ്യാതിരിക്കുന്നത്. ബാക്കിയെല്ലാം ഏറ്റെടുക്കുക. ബാർ കൗൺസിൽ പിന്നെ ഒരു
അല്ല, അത് വേറെ അത് മുഴുവൻ ഏറ്റെടുക്കും. ഇനി അത് ചെയ്യുന്ന രീതിയാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്വഭാവം. ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോഡി എന്ന് പറയുന്നത് ഈ ബില്ല്, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, VBSA എന്ന് പറയുന്ന ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നു. VBSA എന്ന് പറയുന്ന ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെൻറ്റ് അതോടുകൂടി പിടുത്തം വിടുന്നു. ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്, പാർലമെൻറ്റ് അതോടുകൂടി പിടുത്തം വിടുന്നു. കാരണം പാർലമെൻറ്റ് പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കൂടി VBSA പാസ്സാക്കുന്ന നിയമങ്ങൾ പാർലമെൻറ്റ് പ്ലേസ് ചെയ്യുന്ന ബാധ്യത മാത്രമാണ് പിന്നീടുള്ളത്. പാർലമെൻറ്റ് പ്ലേസ് ചെയ്ത നിയമമായി കഴിഞ്ഞു. മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർലമെൻറ്റ് അതിനുള്ള ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. പിന്നീട് ഒരു സാധനത്തിലും പാർലമെൻറ്റ് ചർച്ചയില്ല. അത് മുഴുവൻ പ്ലേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമമായി കഴിഞ്ഞു. പിന്നീട് ചർച്ചയൊന്നുമില്ല. പാർലമെൻറ്റ് പിന്നീട് ഇടപെടാൻ പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. എല്ലാ നിയമങ്ങളെന്ന് പറയുമ്പോൾ അതിലുള്ള വ്യത്യസ്ത സമിതി അംഗങ്ങളെ തീരുമാനിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നിയമിക്കുകയോ അല്ലെങ്കിൽ ഒരു സെർച്ച് കമ്മിറ്റി വെച്ചിട്ട് നിയമിക്കുകയോ ചെയ്യാം. അത് ഇന്ന ആളുകൾ സെർച്ച് കമ്മിറ്റി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സെർച്ച് കമ്മിറ്റി വെച്ചിട്ട് നിയമിക്കുകയോ ചെയ്യാം. എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ, ആരെങ്കിലും രാജിവെക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ പകരം ഒരാളെ നിയമിക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമനുസരിച്ചിട്ടാണ് എല്ലാ നിയമങ്ങളും പാസ്സാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ, അതായത് കൺസേൺഡ് പ്രൈം മിനിസ്റ്ററിൻ്റെ അംഗീകാരമില്ല, ഒന്നും നടക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സംഗതി. എന്ന് മാത്രമല്ല, തീരുമാനം അതിൻ്റെ ഡിക്ലെയറിംഗ് അതോറിറ്റി എന്ന് പറയുന്ന പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസും ആയതുകൊണ്ട് നമുക്കറിയാം, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ സമം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, ആ രീതിയിലാണ് സന്നിധി നടക്കുക. വേറെ ആർക്കും അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്രീകരണത്തിൻ്റെ സ്വഭാവം നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളൊന്നാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി, അതിനോടൊപ്പം തന്നെ പറയേണ്ടുന്നൊരു കാര്യം, ഇതിൻ്റെ അകത്ത് 14 പേരടങ്ങുന്ന സമിതികളാണ് ഉള്ളത്. ഈ 14 പേരടങ്ങുന്ന സമിതികളിൽ 2 പേരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മൊത്തം റെപ്രസെൻറ്റേറ്റീവ്സ്. എത്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മൊത്തം റെപ്രസെൻറ്റേറ്റീവ്സ് 2 പ്രൊഫസർമാരാണ്. ഈ 2 പ്രൊഫസർമാരെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല അവരെ നിയോഗിക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് പേര് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ തീരുമാനമെടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് തീരുമാനമെടുക്കാൻ കഴിയുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതിൽ റെഗുലേറ്ററി കൗൺസിൽ പിന്നീട് വരാം. റെഗുലേറ്ററി കൗൺസിലുള്ള അതിൽ നേരിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കാനായിട്ട് കഴിയും. റെഗുലേറ്ററി കൗൺസിൽ മാത്രമാണ്. അത് ഓരോ വർഷം തോറുമുള്ള റൊട്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കൗൺസിലിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഓരോ വർഷം തോറും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 28 പേർ ഓരോ കൊല്ലം തോറും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രതിനിധി വരണമെങ്കിൽ 28 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത പ്രതിനിധി കേരളത്തിൻ്റെ വരും. അതുവരെ 28 കൊല്ലക്കാലം നിങ്ങൾക്ക് പുറത്ത് നോക്കി വേപ്പോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യം. ബാക്കിയുള്ളത് 2 പ്രൊഫസർമാരെ അത് ആത്യന്തികമായിട്ട് ഇവർ നിയമിച്ചു. ബാക്കിയുള്ള എക്സ്പെർട്ടുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എക്സ്പെർട്ടുകൾ എന്ന് പറയുന്നവരെ പറയുന്നുണ്ട്, അത് 10 വർഷത്തോളം പ്രൊഫസറായിരുന്നവർ മുതൽക്ക് ഏറ്റവും കൂടുതൽ പ്രാമാണികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ട് കഴിവുള്ള ആളുകൾ വരെ വേണമെങ്കിലും നിയമിക്കാം. ഇതാണ് അതിനകത്ത് വരുന്ന മറ്റൊരു സംഗതി. ചുരുക്കി പറഞ്ഞാൽ ഈ സമിതികൾ മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുമെന്നർത്ഥം. പാർലമെൻറ്റ് അധികാരം ഉണ്ടാവില്ല. ഫെഡറൽ പ്രിൻസിപ്പിൾ ബാധകമല്ല. കാരണം ഫെഡറൽ പ്രിൻസിപ്പിൾ ബാധകമാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഫെഡറൽ ഗവൺമെൻറ് അത്തരത്തിലുള്ള സംവിധാനം, അവിടെ ഒരു പോസ്റ്റ് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവർ തീരുമാനിക്കും. ഇതാണ് മറ്റൊന്ന്. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞാൽ 3 കൗൺസിലുകളാണുള്ളത്. റെഗുലേറ്ററി കൗൺസിൽ, അക്രഡിറ്റേഷൻ കൗൺസിൽ,
സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ. ഇതാണ് മൂന്നാണ്. ഈ മൂന്ന് കൗൺസിലുകളിൽ റെഗുലേറ്ററി കൗൺസിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരുതരം എന്താ പറയണ്ടേ ഭരണാധികാര സമിതിയാണ്. മൊത്തത്തിലുള്ള, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല, ഭരണാധികാര സമിതിയാണ് എന്ന് പറഞ്ഞാൽ മുഴുവനും കാര്യങ്ങളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ അതിൻ്റെ മുഴുവനും റെഗുലേഷൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് റെഗുലേറ്ററി കൗൺസിലിൻ്റെ കയ്യിലാണ്. അങ്ങനെ വരുമ്പോൾ റെഗുലേറ്ററി കൗൺസിലിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നത്, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും അത് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റെ കീഴിലാണ്. ഒറ്റ കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ആക്കി തീർക്കുമ്പോൾ ക്രമേണ പടിപടിയായിട്ട് കോളേജുകൾക്കും മറ്റും ഓട്ടോണമി നൽകാനുള്ള അതിനുള്ള പ്രൊവിഷൻസ് ഏർപ്പെടുത്തും കൂടി പറയുന്നുണ്ട്. ഓട്ടോണമി എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന റെഗുലേറ്ററി കൗൺസിലാണ്. എന്ത് തരത്തിലുള്ള ഓട്ടോണമിയാണ് നൽകുക എന്നുള്ളത് തീരുമാനിക്കുന്നതും ആത്യന്തികമായിട്ട് റെഗുലേറ്ററി കൗൺസിലാണ്. അവർ തീരുമാനിക്കുക എന്ത് ഓട്ടോണമിയാണ് കൊടുക്കേണ്ടത് വേണ്ട എന്നുള്ളത് തീരുമാനിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള അധികാരഘടനയ്ക്കകത്ത് മുഴുവനും കേന്ദ്രീകരണം എന്ന് പറയുന്നത് റെഗുലേറ്ററി കൗൺസിലിൻ്റെ കയ്യിലാണ്. പക്ഷേ അക്രഡിറ്റേഷൻ കൗൺസിലിലാണ് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം വരുന്നത്. ഇതുവരെയുള്ള അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് നിങ്ങൾ പല കോളേജ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അറിയാം, അവർക്ക് A++ ഒക്കെ കിട്ടുന്നത് ഉറപ്പാടായിരുന്നു ഈ അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പോൾ നാക്ക് അത് മാറുന്നു. അത് മാറിയിട്ട് കേന്ദ്രീകൃത അക്രഡിറ്റേഷനിലേക്ക് വരുന്നു. നിങ്ങൾക്ക് വീണ്ടും A++ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ വ്യത്യാസം വരുന്നത്, ഒന്ന് A++ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പറയുന്ന ആദ്യത്തെ സംഗതി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കണം. ഔട്ട്കം ബേസ്ഡ് അല്ലാത്ത ഒരു രൂപവും നടപ്പിലാക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ സംഗതി, അതിനോടൊപ്പം തന്നെ മുഴുവനും സംഗതികൾ ടെക്നിക്കലി ഡ്രിവൺ മൊഡാലിറ്റി അനുസരിച്ചാണ് തീരുമാനിക്കുക. ടെക്നിക്കലി ഡ്രിവൺ മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവനും മറ്റേ സാങ്കേതികമായിട്ട് തന്നെ അതിനെ രൂപങ്ങളിലുള്ള സംവിധാനങ്ങളിലൂടെ കടത്തിവിടും. എന്നിട്ട് എല്ലാ ഡേറ്റയും അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്ത് തരത്തിലുള്ള ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുക്കണം. ആ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ടെക്നോളജിക്കലി ഡ്രിവൺ ആയിട്ടാണ് തീരുമാനിക്കുക. മൂന്നാമത്തെ സംഗതി, ഏത് തരത്തിലുള്ള ഈ പറയുന്ന അടിസ്ഥാന തരത്തിലുള്ള എന്ത് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാലും അത് ശിക്ഷിക്കപ്പെടും. പണിഷ്മെന്റ്. അക്രഡിറ്റേഷൻ ഇതുവരെ പണിഷ്മെന്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതല്ല സ്ഥിതി. അക്രഡിറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അക്രഡിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അക്രഡിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ അക്രഡിറ്റ് ചെയ്യപ്പെട്ട് മുകളിലോട്ട് കൊണ്ട് ഇല്ലാതാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പീനലൈസ് ചെയ്യാനുള്ള അവകാശം. പിന്നെ ഇതിനെ ഞങ്ങളുടെ അക്രഡിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾസ് അല്ല പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ റെഗുലേറ്ററി കൗൺസിലിന് റിപ്പോർട്ട് ചെയ്യും. റെഗുലേറ്ററി കൗൺസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് റെഗുലേറ്ററി കൗൺസിൽ നിങ്ങളുടെ പുറത്ത് പീനൽ ആ പീനൽ ക്ലോസസ് ഒരുപാടെണ്ണമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 10 ലക്ഷം രൂപ പിഴ മുതൽ 2 കോടി രൂപ പിഴ വരെയാണ്. കുഴപ്പമില്ലാത്ത പിഴ കൊടുക്കേണ്ടി വരും. 10 ലക്ഷം രൂപയാണ് ഏറ്റവും കുറവ്. 30 ലക്ഷം, 75 ലക്ഷം, 2 കോടി. ഇപ്പം 2 കോടി രൂപ വരെ പിഴ വരെ, അല്ലെങ്കിൽ പിന്നീട് ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞാൽ സ്ഥാപനം വരെ ഇല്ലാതാവും. ചുരുക്കി പറഞ്ഞാൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി തൊട്ട് നമ്മളുടെ ഡീക്രെഡിറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ടത് മാറുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ്സ് കൗൺസിലാണ്. കരിക്കുലം, സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക. കരിക്കുലം, സിലബസ് എന്ന് പറയുന്നവ മുമ്പ് ഞാൻ പറഞ്ഞു വന്നിരുന്നു, ഭാരതീയമായിട്ടും ഉള്ള സംഗതികളും അതിനോടൊപ്പം തന്നെ മറ്റേ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൂടി ചേർന്ന് ഇൻ്റഗ്രേറ്റഡ് രൂപങ്ങളായിരിക്കും ഉണ്ടായി വരുന്നത്. ഈ ഭാരതീയമായ സംഗതികളിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൂടിയുള്ള ഇൻ്റഗ്രേറ്റഡ് രൂപങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത് അതിൻ്റെ എക്സാമിനേഷൻ പ്രൊസീജിയർ അടക്കം മുൻകൂട്ടി നിങ്ങൾക്ക് തരും.
അതനുസരിച്ചിട്ട് വേണം തീരുമാനിക്കപ്പെടാൻ. എന്ന് മാത്രമല്ല, അതിൽ സിലബസ് തരുന്നു. സിലബസ് തരുമ്പോൾ അത് മറ്റ് നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടപ്പിലാക്കാമെന്ന് പറയുന്നുണ്ട്. സിലബസിൽ നിന്ന് വലിയ ഡീവിയേഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് അനുസരിച്ച് നാഷണൽ ലെവലിലുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പീനലൈസ് ചെയ്യാനുള്ള അധികാരം VBSEക്ക് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അവർ പറയണ സിലബസ് നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളം നടത്തും. നിങ്ങൾക്ക് സിലബസ് വേണമെങ്കിൽ മാറ്റി എഴുതാം. പക്ഷേ മാറ്റി എഴുതുന്ന സിലബസ് എന്താക്കി മാറും? അവസാനം ഇവർ പറയുന്ന നാഷണൽ മാനദണ്ഡങ്ങൾ ഇത് ചെയ്തുകൊണ്ടല്ല നിങ്ങൾക്ക് സിലബസ് നടപ്പിലാക്കാനായിട്ട് കഴിയില്ല. ഇതാണ് മറ്റൊരു സംഗതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്രീകൃതമായ സിലബസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമെങ്കിലും അവസാനം VBSEയുടെ എന്താ പറയുക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് A++ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയണത് കേട്ടോളുക എന്നല്ലാതെ വേറൊരു യാതൊരു വഴിയും അതിൻ്റെ അകത്തിപ്പില്ല. പറയണ കേട്ടോളുക എന്നല്ലാതെ വേറെ യാതൊരു വഴിയും അതിൻ്റെ അകത്തില്ല. ഇതാണ് മറ്റൊരു സംഗതി. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി അവസാനമുണ്ട്. ഒന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നൊരു സാധനം അവസാനം കിടപ്പുണ്ട്. എന്തിനാണിത് കൊണ്ടുവന്നതെന്നുള്ളൂ യാതൊരു പിടിയില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കോളേജുകളും സബ്മിറ്റ് ചെയ്യണമെന്നാണ്. ആ സബ്മിറ്റ് ചെയ്യുന്ന കോളേജുകൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന പ്ലാനിന് വേണ്ട മാനദണ്ഡങ്ങൾ മുൻകൂട്ടി അവർക്ക് നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ട് വേണം പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ. പ്ലാനിൻ്റെ സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത പ്ലാനിൽ പിന്നെ ഡീവിയേഷൻ വരുത്താൻ പാടില്ല. ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡീവിയേഷൻ വരുത്താൻ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻ വരുത്തിക്കഴിഞ്ഞാൽ മുമ്പറഞ്ഞ രീതിയിൽ പീനൽ ക്ലോസ് നടപ്പിലാക്കും. ഇതാണ് മറ്റൊന്ന്. ഇതനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രീവൻസിൽ എന്ന് പറഞ്ഞ സാധനം ഇടയ്ക്ക് കയറ്റിയിട്ടുണ്ട്. അതെങ്ങനെ ഒന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഒരു കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതി വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഓട്ടോണമി വരുമ്പോൾ വരുന്ന ഒരു സംഗതി കൂടി ഒരു കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളവർ പറയുന്നില്ല. അത് കമേഴ്സ്യലൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വാചകം അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു വാചകം ഞാൻ നിർത്താം. ഇനി നിങ്ങൾക്കുള്ള കാര്യമില്ലെന്ന് ഏതാണ്ടൊരു ഐഡിയ കിട്ടിക്കാണും. ഇനി ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. ഇതിൻ്റെയൊക്കെയുള്ള ഫൈനാൻസ് എവിടെ വന്നു? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഫിനാൻസ് അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് AICTE ഈ പറയുന്ന NCT ഇതിൽ വലിയ ഫിനാൻസ്, അവർക്ക് ഫിനാൻസിന് ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളാണ്. ചിലപ്പോൾ അതിലുള്ള കുറേ ആൾക്കാർ ഫിനാൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുള്ളൂ, ഇല്ലേ? കുറേ ആൾക്കാർ ഫിനാൻസൊക്കെ ഉണ്ടാക്കുന്നവരാണ് വേറെ. പക്ഷേ അവർക്ക് കാര്യമായിട്ടുള്ള ഫിനാൻസ്, പിന്നെ UGCയുടെ കയ്യിലേ ഫിനാൻസ് ഉള്ളൂ. ഈ UGCയുടെ കയ്യിലുള്ള ഫിനാൻസ് വെച്ചിട്ട് ഇത് കൂടെ നടത്താൻ കഴിയില്ല. ഇപ്പം എവിടെന്നാ ഫിനാൻസ് വരുന്നതെന്ന് പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, എവിടെന്നാ ഫിനാൻസ് വരുന്നതെന്ന് പറയാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഫിനാൻസ് എന്ന് പറയുന്നത് അതത് സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ചു കൊള്ളണം. അത് സർവകലാശാലകളായാലും കൊള്ളാം, ഏത് സ്ഥാപനമായാലും കൊള്ളാം, അവർ തന്നെ കണ്ടുപിടിച്ചു കൊള്ളണം. ഒരു വശത്തെ കമേഴ്സ്യലൈസേഷൻ എതിരാണെന്ന് പറയുന്നു, മറുവശത്ത് സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നുകിൽ അടച്ചുപൂട്ടി പോവുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആവശ്യമായ രീതിയിൽ കണ്ടുപിടിച്ചോളുക എന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ ലിങ്കേജിനെ കുറിച്ച് നേരിട്ടൊന്നും പറയുന്നില്ല അതിൻ്റെ അകത്ത്, അങ്ങനെ ഒരു വാചകമില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ ലിങ്കേജ് ഇല്ലാതെ നിങ്ങൾക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇൻഡസ്ട്രിയൽ ലിങ്കേജ് ഇല്ലാതെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. വേറൊരു രീതിയിലും സ്ഥാപനം നടക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു മതസ്ഥാപനമായിട്ടോ മറ്റോ ഒക്കെ, അത് വേറെ, അതൊരു തരം ഇൻഡസ്ട്രിയൽ ലിങ്കേജ് തന്നെയാണ്. അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടുവരും വേണ്ടി വരും. അതല്ല വേറെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ എന്തോ ഒരു സമിതിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അതോടെ വേറെ വേണ്ടാണ്. ഒരു സമിതിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നത്, സർവകലാശാലകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എന്തോ സമിതിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമിതിക്ക് യാതൊരു വാലിഡിറ്റിയും VBSEയുടെ മുമ്പിൽ ഉണ്ടാവില്ല. സംസ്ഥാന ഗവൺമെൻറ് ഒരു സമിതി ഉണ്ടാക്കിക്കഴിഞ്ഞാലും ഒരു വാലിഡിറ്റിയും VBSEയുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഈ പറയുന്ന കോഴ്സ്, അത് പിന്നെ ഞാൻ വേറെ പറഞ്ഞു, ഈ പറയുന്ന 4 ഇയർ കോഴ്സ് മുഴുവനും ഇവർ പറയണനുസരിച്ച് ചെയ്യേണ്ടി വരും. ഇതാണ്
BBSAയുടെ ഇപ്പോഴത്തെ ബില്ലനുസരിച്ച് ഉള്ള അവസ്ഥ. അതിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ലെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഭാഗ്യത്തിന് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ്, സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്, ഒരു ജാതി ഓർഗനൈസേഷൻസിനും ഒരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഒരിടത്തുമില്ല. ഒരിടത്തും ഒരു ജാതി ഓർഗനൈസേഷൻ ഒരിടത്തും ഒന്നുമില്ല. ആരെ അങ്ങോട്ട് കയറ്റണമെന്ന് പോലും പറയുന്നില്ല. അവരുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പോലും പറയുന്നില്ല. ശരിക്കും പറയാം, ഞങ്ങളെല്ലാം കൂടി തീരുമാനിക്കും, നിങ്ങളങ്ങ് കേട്ടാൽ മാത്രം. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലേ? ഇനി അതനുസരിച്ചിട്ട് വേണം 4 ഇയർ കോഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.